നിങ്ങളുടെ പ്രശ്നങ്ങളെ അവരുടെ പ്രശ്നങ്ങളായി കാണുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. അവർ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങളെ തനിച്ചാക്കി പോകില്ല. ഇരിക്കുന്ന സ്ഥാനത്തിനല്ല, കൊടുക്കുന്ന പരിഗണനയ്ക്കാണ് പ്രാധാന്യം. അവനവൻ്റെ തീരുമാനങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ നിലപാടുകളിലെ നല്ല വശങ്ങളെ മാനിക്കുകയും ചെയ്യുന്നവർ ബന്ധങ്ങളുടെ ദൃഢതയെന്നും കാത്തു സൂക്ഷിക്കും. നല്ല സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ശരിക്കും തനിച്ചാകുന്നത്. ഒരാളെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല. സ്നേഹം ഹൃദയത്തിൽ നിന്നുമുണ്ടാകുന്നതാണ്, ചിന്തകളിൽ നിന്നുമല്ല. നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടാവുന്ന മനുഷ്യരെ ആയിരിക്കണം സന്തോഷങ്ങളിലും ആദ്യം കൂടെ ചേർക്കേണ്ടത്. ചിലർ അങ്ങനെയാണ്. പെട്ടെന്നൊരു ദിവസം എവിടെ നിന്നോ വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറും. അതുപോലെ തന്നെ ഓർമ്മകൾ ബാക്കി വെച്ച് നടന്നകലുകയും ചെയ്യും. സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നമ്മൾ ആദ്യം നൽകേണ്ടത് നമുക്ക് തന്നെയാണ്. സ്വയം കാണുന്ന ഉൾക്കാഴ്ച കൊണ്ടായിരിക്കും മറ്റുള്ളവരെയും നമ്മൾ കാണുന്നത്. അവർ നിങ്ങൾക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ. പരിഗണിക്കാത്തവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് സ്വയം അപമതിക്കലാണ്. വാക്കുകളിലെ പിണക്കങ്ങൾ ഹൃദയത്തിലേക്ക് കൂടി പകർത്തി വയ്ക്കരുത്. സ്വയം ഉരുകുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന മെഴുകുതിരി പോലെയാണ് നല്ല മനുഷ്യർ. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളോട് വിയോജിക്കാൻ ധൈര്യമുള്ളവനും അതേസമയം നിങ്ങളെ സ്നേഹിക്കുന്നവനുമായിരിക്കും. സ്വീകരിക്കുമ്പോഴല്ല, നൽകുമ്പോഴാണ് ഹൃദയം ഏറെ ആനന്ദിക്കുന്നത്. മറ്റൊരു ജീവൻ്റെ സന്തോഷവും സമാധാനവും അപ്പോൾ നമ്മുടേതു കൂടിയായി മാറുന്നത് കൊണ്ടാണത്. തിരക്കിലാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അവരെ ശല്യപ്പെടുത്തരുത്. തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചെത്തും. അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത്. അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ്. എല്ലാവരെയും സ്നേഹിക്കണം, എന്നാൽ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. എല്ലാം യാഥാർത്ഥ്യമാണ്, പക്ഷേ എല്ലാവരും സത്യസന്ധരല്ല. സുഹൃത്ത് ബന്ധങ്ങൾ വളരെ പതിയെ മാത്രം സ്ഥാപിക്കുക. അതിൽ ഉറച്ചു നിൽക്കാനും ശ്രദ്ധിക്കുക.